എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. We pray for the Holy Spirit and for wisdom. എന്താണ് ഇതുള്ള വ്യത്യാസം? What is the difference between these two? നമുക്ക് നൽകിയ വാഗ്ദാനമാണ് മർക്കോസ് 9:49 വചനം. It is a promise given to us, Mark 9:49. എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. എന്നിട്ട് പറഞ്ഞ് എല്ലാവരും 3 times, 3 പ്രാവശ്യം. For everyone will be salted with fire. For everyone will be salted with fire. For everyone will be salted. Hallelujah. Hallelujah. കർത്താവ് പറഞ്ഞ അഗ്നി എന്താണ്? What is the fire that Jesus said? പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളത് അഗ്നി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ജെറമ്യാ പ്രവാചകൻ വായിക്കുന്നു, ദൈവത്തിന്റെ വചനം അഗ്നിയാണ്, അത് പാറയെ തകർക്കുന്ന കൂടമാണ്. Many times we have heard that the word of God is fire. In Jeremiah we read that the word of God is fire and like hammer. അതുപോലെ പരിശുദ്ധാത്മാവ് അഗ്നിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. We also believe that the Holy Spirit is fire. അപ്പോൾ ഈ അഗ്നി വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും മനുഷ്യൻ ലഭിച്ചിട്ടും മനുഷ്യൻ യാതൊരു മാറ്റവുമില്ലാതെ പഴയതിലും മോശമായിട്ട് ജീവിക്കുമ്പോൾ എവിടെയാണ് ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പ്രസക്തി കുടികൊള്ളുന്നത്? Even when man has received the fire of the Holy Spirit and word of God, they are still living in sin. So where is the promise of God? ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Have you ever thought what I have said? ഇത്രമാത്രം കരിസ്മാറ്റിക് ധ്യാനങ്ങൾ മനുഷ്യർ പങ്കെടുക്കുന്നു, ജീവിതത്തിൽ യാതൊരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. People are taking part in many retreats, but there are no changes happening in their life. അപ്പോൾ ദൈവത്തിന്റെ വചനം അഗ്നിയാണെന്ന് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. In Bible it is written that the word of God is fire. പരിശുദ്ധാത്മ അഗ്നിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. We also believe the Holy Spirit is fire. പെന്തക്കോസ്തായിലെ തീ നാവുകളായിട്ട് അപ്പോസ്തലന്മാരിലേക്ക് അഭിഷേകം പരിശുദ്ധാത്മ ഇറങ്ങി വന്നു നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. We read in the scriptures that the Holy Spirit came as tongues of fire upon the apostles. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്ന അഗ്നിയും പരിശുദ്ധാത്മ അഗ്നിയും സ്വീകരിച്ചിട്ടും മനുഷ്യന് മാറ്റമില്ലാതെ വീണ്ടും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. So even after receiving the Holy Spirit and the word of God, people are not changing, rather they are going to the same. കഴിഞ്ഞ 50 വർഷങ്ങൾക്ക് മുമ്പ് ലോകമെമ്പാടും കർത്താവ് ദൈവം അയച്ച കരിസ്മാറ്റിക് നവീകരണം വഴി അയച്ചു എന്ന പരിശുദ്ധാത്മാവ് വർഷത്തിൽ എത്രയോ കെട്ടടങ്ങി ഇന്ന് മനുഷ്യരില് നിസ്സഹായനായി ഒന്നും ചെയ്യാനാവാത്തവണ്ണം മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു തടവുപുള്ളിയെ പോലെ കുടികൊള്ളുകയാണ്. The Holy Spirit that the Lord sent 50 years ago through the charismatic renewal is living like a prisoner, helpless in the hearts of men. രക്ഷപ്പെടാൻ വേണ്ടി ധ്യാനകേന്ദ്രങ്ങൾ മാറി മാറി നടക്കുന്നു, ധ്യാനങ്ങൾ കൂടുന്നു. People are attending many retreats to get saved. പക്ഷേ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. But there are no changes happening in their lives. പാപത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. They are not able to forsake sin. പാരമ്പര്യമായ ശാപങ്ങളോ രോഗങ്ങളോ കുടുംബങ്ങളെ വിട്ടുപോകുന്നില്ല. The hereditary sins and diseases are not leaving people. ദൈവമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മനുഷ്യരുടെ ജീവിതങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. The lives of men are changing into a situation that there is no God. ദൈവനിഷേധം സമൂഹത്തിൽ വളരെ ശക്തമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. Atheism is increasing in this community. ഈ വളർന്നു വന്നൊരു തലമുറ അനേകം ആളുകൾ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, അവർക്ക് പള്ളി പോകാൻ താല്പര്യമില്ല, ഉദാശ സ്വീകരിക്കാൻ താല്പര്യമില്ല. കാരണം ദൈവമില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഈ തലമുറ നമ്മുടെ നാട്ടിൽ പോലും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. The present generation is growing up that they have no faith in God. They don't go to church and they believe that there is no God. യൂറോപ്യൻ രാജ്യങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ ദൈവനിഷേധത്തിന്റെ, അവിശ്വാസത്തിന്റെ, നിരീശ്വരത്തിന്റെ ആധിപത്യങ്ങള്, അതിന്റെ സ്വാധീനങ്ങൾ നമ്മുടെ തലമുറകളെയും നമ്മുടെ മക്കളെയും വളരെയധികമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. This is the age where the influence of atheism and denial of God is influencing our people too. ഇപ്പോൾ കർത്താവായ ദൈവം നൽകിയ വാഗ്ദാനം ഈ അഗ്നി, വചനമെന്ന അഗ്നിയും പരിശുദ്ധാത്മ അഗ്നിയും നൽകിയിട്ടും മനുഷ്യന് ഒരു മാറ്റവും സംഭവിക്കാതെ വരുമ്പോൾ പിന്നെ എന്താണ് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രസക്തി? When God has sent the fire of His word and His Holy Spirit and there is no change in man, then what is the belief in God? പ്രിയമുള്ളവരെ, ഒരു സത്വാർത്ത നിങ്ങളെ അറിയിക്കട്ടെ. People, let me tell you a good news. വചനമെന്ന അഗ്നിയും പരിശുദ്ധാത്മ അഗ്നിയും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. The fire of the Holy Spirit and word of God comes from ഈ God. അഗ്നിക്ക് നമ്മളെ മാറ്റുവാൻ പറ്റിയിട്ടില്ലെങ്കിൽ, If this fire is not able to change us, അഗ്നിയുടെ പൂർണ്ണതയായ, the fullness of fire, അതിന്റെ ശക്തിയായ the power of the Most High, ജ്ഞാനമെന്ന അഗ്നിയാണ് the wisdom, the fire, ഉറകെട്ടുപോയി ഉപ്പുകളെ ഉറകൂട്ടുവാൻ പോകുന്നത്. she is the one who will solve the salts which have lost its ജ്ഞാനമെന്ന saltiness. അഗ്നിയാണ് ഉറകെട്ട് ഉപ്പുകളെ ഉറകൂട്ടാൻ പോകുന്നത്. The wisdom is the fire that will salt the salts which have lost its saltiness. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ജ്ഞാനമെന്ന അഗ്നിയുടെ സംരക്ഷണം, സാന്നിധ്യം കിട്ടുന്ന മനുഷ്യന് മേൽ ഒരിക്കലും പാപത്തിൽ വീഴുകയില്ല.
people who get the protection of wisdom, they will never fall അവർ into sin. ദൈവത്തിന്റെ വചനത്തിന് ജീവിതത്തിലെ മുഖ്യമായ സ്ഥാനം കൊടുത്ത് വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കാൻ ഭഗീര പ്രയത്നം നടത്തുന്നവരായിരിക്കും അങ്ങനെയുള്ള ആളുകള്. Those people will give importance to the word of God and live a holy life. ഇന്ന് സ്പിരിച്വൽസിന്റെ മക്കൾ ഒരു വിശുദ്ധ ജനതയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് എങ്കിൽ അവർ സ്വീകരിച്ചിട്ടുള്ള ഈ ജ്ഞാനത്തിന്റെ അഗ്നിയുടെ സംരക്ഷണം കൊണ്ടാണ് കൽപ്പനകൾ പാലിക്കുവാന്, വിശുദ്ധിയിൽ ജീവിക്കുവാന്, കർത്താവിനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നത്. The people of Spirit in Jesus are able to love God, obey Him and love Him because of the protection of wisdom, the fire. പക്ഷെ ഇത് സ്വീകരിക്കാൻ പറ്റാത്ത നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളോ, നമ്മുടെ അയൽവാസികളോ, സഭയിലുള്ളവരോ, മറ്റുള്ളവരൊക്കെ അത് വിശ്വസിക്കാൻ പറ്റാതെ അവരിന്ന് കിടക്കുന്നത് മൂടപ്പെട്ട ചാമ്പലിന്റെ അടിയിലാണ്. But the people, our neighbors, people in the church are not able to believe it. They are lying under ashes. അവരിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. The Holy Spirit dwells in them. പക്ഷെ അവരെല്ലാം ചാമ്പലും മൂടപ്പെട്ട കനലുകളാണ്. But they are all coals covered with ashes. സ്പിരിറ്റ് ഇൻ ജീസസ് ചാമ്പൽ ഇല്ലാത്ത കത്തുന്ന കനലാണ്. Spirit in Jesus is the coal that glows without any സ്പിരിറ്റ് ഇൻ ash. ജീസസ് അഗ്നിയാണ്. Spirit in Jesus is fire. ഈ ലോകത്തെ കത്തിക്കാൻ കർത്താവ് അയച്ച അഭിഷേകമാണ്, അഗ്നിയാണ് സ്പിരിറ്റ് ഇൻ ജീസസ് എന്നത്. Spirit in Jesus is the anointing and fire that God has sent to light this world. കാരണം ഈ അഭിഷേകത്തെ ഈ കാലമെല്ലാം കാത്തുവരെ സംരക്ഷിച്ചത് ജ്ഞാനമെന്ന അഗ്നിയാണ്. Because it is the wisdom, the fire that protected this anointing. കർത്താവിനെ സ്തുതിച്ചുകൂടെ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഇത്രമാത്രം ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞ് അനുഭവിച്ച ദൈവജനം ഈ ലോകത്തിലെ മറ്റേതൊരു ജനതയെക്കാളും ഉപരിയായി ദൈവത്തിന്റെ വിശുദ്ധിക്ക് സ്ഥാനം കൊടുത്ത്, ദൈവത്തിന്റെ വചനത്തിന് സ്ഥാനം കൊടുത്ത്, ദൈവത്തിന്റെ പ്രമാണങ്ങള് കുറ്റമറ്റ അനുസരിക്കുന്ന ദൈവജനമാണ് സ്പിരിച്വൽ മക്കള്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര കൊടിയ ഭാവിയായിരുന്നു ശരി, ഈ അഭിഷേകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ സ്വീകരിക്കുന്ന മറിയത്തിന്റെ അഭിഷേകത്തിലൂടെ അഗ്നിയെ സ്വീകരിച്ചുകൊണ്ട് പാപത്തെ ചെറുക്കുവാന്, സാത്താനെ ജയിക്കുവാൻ അവൻ കരുത്തനായി മാറുകയാണ്. When a person comes to this Spirit and Jesus anointing through the anointing of Mary, he is able to resist sin and defeat the devil. ഈ മഹത്വമേറിയ വിളിയിലേക്ക് നമ്മൾ വിളിച്ച കർത്താവിന് നന്ദി പറയാം. Let us thank the Lord who called us into this glorious plan. നമ്മുടെ ചുറ്റുപാടുന്ന മനുഷ്യർ നമ്മളെ കല്ലെറിയുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ നിധിയാണ്, ഏറ്റവും വലിയ സമ്പത്താണ്. Even when people around us stoning us, let us be ഹല്ലേലൂയ, glad. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഗ്ലോറിയ, 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 ഗ്ലോറിയ. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന, ആരാധന. നിങ്ങളുടെ മേൽ കർത്താവിന്റെ അഗ്നി ഇറങ്ങി വന്ന് നിങ്ങൾ കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ. ആത്മാവിലേക്ക് അഗ്നി ഇറങ്ങി കത്തിപ്പടരട്ടെ. അഗ്നിയാൽ ഉറ കൂട്ടപ്പെടട്ടെ, ജ്ഞാനത്തിന്റെ അഭിഷേകത്താൽ ഉറ കൂട്ടപ്പെടട്ടെ. അവേ മറിയ, അവേ മറിയ, അവേ മറിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നാം സ്വീകരിച്ച അഭിഷേകത്തിന് ശക്തിയുണ്ട്, കരുത്തുണ്ട്, അധികാരമുണ്ട്. The anointing that we received has power, boldness and ഇന്ന് നാം ഇവിടെ സൊസൈറ്റിയിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കഥാനുമുള്ള ഒരു കാര്യം ആകാശത്തോട് കൽപ്പിച്ചു, ഈ കൺവെൻഷൻ കഴിയുന്നവരെ എറണാകുളത്ത് മഴ പെയ്യരുത്. For in this service we commanded to the sky, till the service gets over there should be no rain. ആകാശത്തോട് കൽപ്പിച്ചു, ആകാശമേ ഇവിടെ മഴ പെയ്യാൻ പാടില്ല. Commanded to the sky there should be no rain here. ആകാശത്തെ അടച്ചു ശരിക്കും. We close the sky. ഈ ദിവസങ്ങളില് ഓരോ ദിവസങ്ങളും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു, ശക്തമായ മഴ എറണാകുളത്ത് പെയ്യുമെന്ന് പറഞ്ഞു. Each day there was a weather forecast that there will be heavy rain in Ernakulam. ഇന്നലെ ഉച്ചയ്ക്ക് മഴ പെയ്യും, മിനിഞ്ഞാന്ന് മഴ പെയ്യും, എല്ലാ ദിവസങ്ങളും 8, 9, 10 തീയതികളിൽ ഭയങ്കര മഴ പെയ്യുന്നൊക്കെ പറഞ്ഞ് പത്രങ്ങൾ വാർത്തകൾ വന്നിരുന്നു. എനിക്ക് പലരും അയച്ചു തന്നു. കാലാവസ്ഥാ നിരീക്ഷണത്തിൽ മുന്നറിയിപ്പുകളാണ്. പക്ഷേ ഇവിടെ ഒരു മഴത്തുള്ളി പോലും ചരിക്കില്ല എന്ന് അറിയാമായിരുന്നു കൊണ്ട് ശ്രദ്ധിക്കാനേ പോയില്ല. There were news saying that there will be heavy raining these days, but since I knew it won't happen, I didn't even. ഇന്നലെ ഞാൻ വാർത്ത കാണാൻ സാധിച്ചു, കണ്ണൂർ പ്രദേശങ്ങളിലൊക്കെ ഭയങ്കരമായ കാറ്റ്, ചുഴലിക്കാറ്റോ മഴയൊക്കെ ഭയങ്കരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. വടക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ എറണാകുളത്ത് ഇവിടെ സ്പിരിച്വലിന്റെ ഈ മഹാമഹോത്സവം നടക്കുന്നത് കൊണ്ട് ആകാശം കർത്താവിന്റെ ദാസൻ പറഞ്ഞ് അനുസരിച്ച് മുട്ടുമുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവേ മറിയ, അവേ മറിയ, അവേ മറിയ. ആ പ്രവൃത്തി ചെയ്തത് ജ്ഞാനമാണ്.
It is wisdom that did this deed. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ In the ഞങ്ങൾ past നടത്തിയ തെരുവ് ശുശ്രൂഷകളിൽ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടാൻ ശ്രമിക്കുമ്പോഴുണ്ട് ആകാശമല്ല ഇരുണ്ടുമൂടി ഭയങ്കര കഴിഞ്ഞ ഞായറാഴ്ച ഭയങ്കര മഴ പെയ്യാനുള്ള സാധ്യതയാണ്. Last- പക്ഷേ ഒരു കാര്യം കർത്താൻ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങൾ എവിടെയെല്ലാം പോകുന്നു അവിടെ മഴ ഉണ്ടാകരുത്. എന്തു പറഞ്ഞുവോ ഒരു സ്ഥലത്തും മഴയില്ലാതെ ഞങ്ങൾ ഈ ശുശ്രൂഷകൾ പൂർത്തീകരിച്ചു. Last week when we went for the street mission, the clouds were dark, but we said the Lord, wherever we go, there should be no rain. And the Lord closed the sky as we said, and there was no rain. നാം സേവിക്കുന്ന കർത്താവ് എത്രയോ ശക്തനാണ്. How mighty is the Lord whom we serve. സ്പിരിച്വൽ കർത്താവ് എത്രയോ ശക്തനാണ്. How mighty is the God of എത്രയോ Spirit in നല്ലവനാണ്. Jesus. How good he എത്രയോ is. കാരുണ്യവാനാണ്. How merciful he is. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ഏപ്രിൽ 23 കണ്ണൂരിൽ നടത്തപ്പെട്ട ഉരുക്ക കൂട്ടായ്മയിൽ പങ്കെടുത്ത മക്കൾക്കറിയാം. അന്ന് അവിടെ ചെല്ലുമ്പോൾ ആ ദേശത്തെ ആൾക്കാർ പറഞ്ഞു, ഇവിടെ ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലാണ്, മഴയില്ല, കിണറ്റിൽ വെള്ളമില്ല, അരുവികളൊക്കെ വറ്റി, ഭയങ്കരമായ ചൂടാണ്, ഇവിടെ മഴ പെയ്യണം. Last April 23rd in the service in Kannur, the people said that the place is very dry, there is no rain. അന്ന് രണ്ടാമത്തെ ഉച്ചകഴിഞ്ഞ സെക്ഷനിൽ കയറിയപ്പോൾ ആദ്യത്തെ പ്രാർത്ഥന മഴയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. In the afternoon session, we first prayed for the rain. അതിൽ പങ്കെടുത്ത കൈവീശി കാണിക്കാവോ? 100-ലേറെ ആൾക്കാരിവിടെ ഉണ്ട് അതിൽ പങ്കെടുത്ത ആൾക്കാർ. There are many people here who took part in that. ഇവിടെ അന്ന് അവിടെ ഇങ്ങനെയാണ് കൽപ്പിച്ചത്, സമുദ്രത്തിൽ നിന്നും മേഘമേ ഉയർന്നു വാ. On the day I commanded like this, clouds come up from the sea. സൂര്യന്റെ ചൂടിലൂടെ കടലിൽ നിന്നും നീരാവി പൊങ്ങട്ടെ, അത് മേഘമായി മാറട്ടെ. കാറ്റേ മഴയെ കൊണ്ടുവാ, മേഘങ്ങളെ കൊണ്ടുവാ. Sun, by the sea, heat of the sun, let clouds be formed and let the wind bring forth the clouds. മഴ മേഘങ്ങൾ മഴയായി പെയ്തിറങ്ങട്ടെ. Let the rain clouds bring forth rain. അന്ന് 23 നടത്തിയ പ്രാർത്ഥന. On the 23rd, the prayer was conducted. അന്ന് വൈകുന്നേരം വയനാട്, കോഴിക്കോടിന്റെ പല ഭാഗങ്ങള്, നീലഗിരി ജില്ല അവിടെയെല്ലാം ശക്തമായ മഴ പെയ്തിറങ്ങി. In the evening, the Kannur, Wayanad regions had heavy rain. 24 രാവിലെ ഞാൻ കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റിന് പോരുമ്പോൾ വിമാനം പറന്ന് പൊങ്ങി ഒരല്പം കൊണ്ട് വരുമ്പോഴേക്കും ഞാൻ കാണുന്നത് കിഴക്ക് നിന്നും മേഘങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ഭാഗത്തേക്ക്. On 24th, when I was traveling in the flight, I saw clouds coming over the Kannur region. എനിക്ക് മനസ്സിലായി ഉടനെ ഇവിടെ മഴ പെയ്തിറങ്ങുമെന്നുള്ളത്. Immediately I understood that the rain will come there. 3 ദിവസത്തിനുള്ളിൽ മഴ പെയ്യുമെന്നാണ് എനിക്ക് കിട്ടിയത്. I said that the rain will come in 3 days. 3 ദിവസം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ശക്തമായ മഴ കൊണ്ട് കണ്ണൂർ മാത്രമല്ല കേരളം മുഴുവൻ നനഞ്ഞു കുളിച്ചു. The entire Kerala was rained upon. ആകാശത്തെ അടയ്ക്കുവാനും തുറക്കുവാനും ശക്തി നൽകിയ ജ്ഞാനത്തോട് നന്ദി പറയുകയാണ്. Let us thank wisdom who gave the power to close and open heaven. ജ്ഞാനത്തിന്റെ അധികാരവും അഭിഷേകവുമാണ് ആകാശത്തെ അടയ്ക്കുന്നതും ആകാശത്തെ തുറക്കുന്നതും. It is the authority and anointing of wisdom that opens and closes the sky. ഈ കഴിഞ്ഞുപോയ കാലങ്ങളിൽ സുനാമികളെ ബന്ധിച്ചതും ചുഴലിക്കാറ്റുകളെ ബന്ധിച്ചതും ഇതുപോലെ എത്രയോ ഭൂമി കുലുക്കങ്ങള്, എത്രയോ സംഭവങ്ങളെ പിടിച്ചു കെട്ടുവാനായിട്ട് ശക്തി നൽകിയത് ജ്ഞാനം എന്ന അധികാരമാണ്, ജ്ഞാനത്തിന്റെ അഭിഷേകമാണ്. It is the authority and anointing of wisdom that gave the power to bind all the natural calamities in the past years. നിങ്ങളുടെയൊക്കെ വീടുകളിൽ കഴിഞ്ഞ കൊറോണയുടെ കാലഘട്ടങ്ങളിൽ ഒരു കുളമുണ്ടാക്കിയായിരുന്നു. In the days of corona, in your house, a pool was created. ഓർക്കുന്നുണ്ടോ? Do you remember that? എന്ത് കുളമാണ് ഉണ്ടാക്കിയത്? How many pools were? ബേസയിദാ കുളം. ഹല്ലേലൂയ. It was the Bethsaida pool. വിശ്വാസത്തിൽ ഉണ്ടാക്കപ്പെട്ട കുളമാണ് ബേസയിദാ കുളം It was a എന്നുള്ളത്. pool created in faith, the Bethsaida pool. ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓൺലൈൻ പ്രേയറിൽ പങ്കെടുത്ത എല്ലാവരും എൻ്റെ വീടുകളിൽ ഈ ബേസയിദാ കുളമുണ്ടാക്കി വിശ്വാസം കൊണ്ട് ഒരു വര വരച്ച് ഇത് കുളമാണെന്ന് അവർ പ്രഖ്യാപിച്ചു. Everyone who took part in that online prayer created a Bethsaida pool by drawing boundaries. ആ കുളത്തിൽ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. We prayed for that pool to be filled with the anointing. രോഗമുള്ളവരെ കുളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കാലെടുത്ത് വെച്ചു. The people who were sick stepped into that pool. അത്ഭുതകരമായ സൗഖ്യങ്ങൾ അനേകം പേര് നേടിയെടുത്തു. Many people were miraculously healed. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ എത്ര പേര് ആ കുളം ഉണ്ടാക്കിയവരുണ്ട്? How many of you made that pool? ഇപ്പൊ അതിൽ നിറയെ ആൾക്കാരുണ്ട്. ഒന്ന് കൈവീശിയേര്. അമേൻ. കർത്താവിന്റെ മഹത്വം ഉണ്ടാകട്ടെ. കേൾത്താഴ്ത്തിയിടാം. നിങ്ങൾ ആ കുളം ഉണ്ടാക്കിയിട്ട് ആ കുളത്തിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു, രോഗങ്ങൾ മാറി, അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് പറയാൻ സാധിക്കുന്ന അനുഭവിച്ച ആൾക്കാർ ഒന്ന് കൈവർത്തി വീശി കാണിക്കാമോ? People who experienced miracles and healings through that pool, raise your hands. അനേകരുടെ കൈകളെയും കാണുകയാണ്. കൈ വീശുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ കുളം അവിടെ ഉണ്ടാക്കി തന്നത് ജ്ഞാനമാണ്. It was wisdom who made that pool there. അത് ജ്ഞാനത്തിന്റെ വീര്യ പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ. It was a mighty deed of wisdom, dear ones. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ശുശ്രൂഷയുടെ അവസാന മണിക്കൂറിൽ ഇവിടെ നമ്മളൊരു ജോർദാൻ നദി ഉണ്ടാക്കിയായിരുന്നു. In the last year's service, in the last minute, we created a Jordan river here. ഓർക്കുന്നുണ്ടോ ജോർദാൻ നദി ഇവിടെ ഉണ്ടാക്കപ്പെട്ടത്? Do you remember the Jordan river created here? അനേകം ആൾക്കാർ ആ നദിയിലിറങ്ങി മുങ്ങി ആ അഭിഷേകത്തിലൂടെ സൗഖ്യപ്പെട്ടവരുണ്ട്. Many people were healed by that anointing. ഞാൻ വിശ്വസിക്കുന്നു ഇന്നും അതേ നദിയുടെ വരും ഞാൻ വിശ്വസിക്കുകയാണ്. Today I believe that the same river will be opened ആ here. നദിയെ ഇവിടെ കൊണ്ടുവന്നത് ജ്ഞാനമാണ്. It was wisdom that brought that river here. ഹല്ലേലൂയ. Hallelujah. മനുഷ്യ ജീവിതത്തിലെ വീര്യ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് ജ്ഞാനമാണ്. It is wisdom who does the mighty deeds in the life of man. ഒരുപക്ഷേ മനുഷ്യർ വിചാരിക്കും ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ് എന്ന്. Man might think these are the deeds of the Holy Spirit. പരിശുദ്ധാത്മാവും ജ്ഞാനവും എപ്പോഴും ചേർന്നാണ് നിൽക്കുന്നത്. Holy Spirit and wisdom are always together. പക്ഷേ യേശു നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നവനാണ്. But Jesus teaches us that Holy Spirit is അവൻ നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നവനാണ്. He teaches us everything. അവൻ നമുക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥം വഹിക്കുന്നവനാണ്. He intercedes for us before God. പരിശുദ്ധാത്മാവ് എല്ലാവരിലേക്ക് ഇറങ്ങി വരും. Holy Spirit will come upon everyone. ആര് വിളിച്ചാലും യേശു നാമത്തിൽ വിളിച്ചാലും ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരും. The Holy Spirit will come whoever calls him in the name of Jesus. പരിശുദ്ധാത്മാവ് ഒരു പാപിക്ക് അനുതാപം കൊടുക്കുന്നു. Holy Spirit gives repentance to a sinner. മനസാന്തരം കൊടുക്കുന്നു. Gives conversion. അവനെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു. Leads him to sanctification. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലൂടെ ഓരോ വ്യക്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കളായിട്ട് മാറുന്നു. Through the presence of Holy Spirit, people are being sanctified and become the children of God. അതിനപ്പുറത്ത് സംഭവിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടത്തുന്നത് ജ്ഞാനമാണ്. The miracles that happen after that is conducted by wisdom. വാസ്തവത്തിൽ ഒരു വലിയ സത്യമുണ്ട്. കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിൽ കത്തോലിക്ക സഭയിൽ ഇതിനെക്കുറിച്ച് വലിയ വ്യക്തമായ അറിവും ധാരണയും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകൾ 1500 ഉണ്ടായ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം വചനത്തിനും പരിശുദ്ധാത്മാവിനും പെന്തക്കോസ്ത് സഭകൾ ഉന്നതമായ സ്ഥാനം കൊടുത്തു. അവിടെ തള്ളപ്പെട്ടു പോയി ജ്ഞാനം. In the Protestant Revolution, the people gave great importance to Word of God and Holy Spirit, but they rejected wisdom. ബൈബിളിലെ കത്തോലിക്ക ബൈബിളിൽ ജ്ഞാനം എന്നൊരു പുസ്തകമുണ്ട്. ആ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 10ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പഴയ തലമുറകളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എല്ലാം നയിച്ചത് ജ്ഞാനമാണ്. In the Catholic Bible, there's a book called Wisdom, and in its chapter 10, it clearly teaches us that it was wisdom that led the forefathers. എവിടെയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുവോ അതെല്ലാം ജ്ഞാനത്തിന്റെ പ്രവൃത്തികളാണ്. Wherein all miracles and signs happen, it was the deeds of wisdom. പക്ഷെ ഞാനൊക്കെ ദൈവത്തെ കണ്ടുപിടിച്ച ശേഷം എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളും മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളൊക്കെ ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത്. But after my retreat from others, even I thought that these were the deeds of the Holy Spirit. കാരണം നമ്മുടെ സഭയിലേക്ക് വന്നിരുന്ന പെന്തക്കോസ്ത് പഠനങ്ങൾ അതങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. Because the teachings of Pentecost that came to the church made such a situation to believe. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രസക്തിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നു. So the importance of Mother Mary was lost. എന്നാൽ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകന്മാരും അബ്രഹാം മുതൽ ഇങ്ങോട്ട് വായിക്കുന്ന എല്ലാവരും നയിക്കപ്പെട്ടത് ജ്ഞാനത്താലാണ്. But the prophets and patriarchs we read in Old Testament were led by wisdom. യാക്കോബ് എന്ന അബ്രഹാത്തിന്റെ ഇസഹാക്കിന്റെ മകൻ യാക്കോബ് Jacob, സ്വന്തം പിതാവിനെ കബളിപ്പിച്ച് അനുഗ്രഹം വാങ്ങിച്ച് യേശാവിൽ നിന്നും അവർ ഓടിപ്പോയത് തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ ഭവനത്തിലേക്കാണ്. Jacob, the son of Isaac, deceives and receives blessings from his father, and he runs away from his brother to his uncle Laban. അവനോട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവന് ലാബാന്റെ മകളെ റാഹേലിനെ ഇഷ്ടമായി, അവളെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. When he goes there, he likes his daughter and wants to marry her. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, നീ 7 വർഷം കൂലിപ്പണി നടക്കണം, അതിനുശേഷം അവളെ കല്യാണം കഴിച്ചു തരാം. So Laban said to work for him for 7 years. Later he will marry her to him. അവൻ റാഹേലിനോട് 7 വർഷം കഠിനാധ്വാനം ചെയ്തു. For Rachel he worked for 7 years. പക്ഷെ 7 വർഷം കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, എന്റെ കാലാവധി പൂർത്തിയായി, എനിക്ക് അവളെ വിവാഹം കഴിച്ചു തരിക. After 7 years he told, my days are over, marry her to me. അമ്മാവന് ലാബാൻ ഒരു വിവാഹം വിരുന്നൊരുക്കി. പക്ഷേ അവന് കൊടുത്തത് കണ്ണിന് കാഴ്ച കുറഞ്ഞിരുന്ന, സൗന്ദര്യം കുറവുണ്ടായിരുന്ന റാഹേലിന്റെ ജ്യേഷ്ഠത്തി ലയ എന്ന ഇതിന്റെ മൂത്ത പുത്രിയാണ്. But Laban gave her sister Leah, who was blood-red, as his wife to Jacob. നേരം വെളുത്തപ്പോഴാണ് അവൻ അറിയുന്നത് താൻ ആര് കൂടുതൽ കിടന്ന് ഉറങ്ങിയോ അവൾ താൻ സ്നേഹിച്ച താൻ ആവശ്യപ്പെട്ട റാഹേലല്ല, അവിടെ ജ്യേഷ്ഠത്തിയാണ്. When it was morning only, he realized that it was not Rachel but her sister
Leah. അപ്പോൾ യാക്കോബ് ലാബാനോട് പറഞ്ഞു, നീ എന്താണ് എന്നെ ചതിച്ചത്? അപ്പോൾ ലാബാൻ പറഞ്ഞു, മൂത്തമകൾ ജീവിച്ചിരിക്കുമ്പോൾ ഇളയവളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പതിവ് ഇവിടെ ഇല്ല, അതുകൊണ്ട് നിനക്ക് അവിടെ ഞാൻ ഭാര്യയായിട്ട് തരാം, പക്ഷെ നീ വീണ്ടും 7 വർഷം കൂടി എനിക്ക് വേല ചെയ്യണം. Jacob asks him, why did you deceive me? And Laban says, here we do not marry the elder when the younger when the elder is there. Work again for അങ്ങനെ 7. വീണ്ടും 7 വർഷം യാക്കോബ് റാഹേലിന് വേണ്ടി വീണ്ടും പണിയെടുത്തു. So again for 7 years he worked for Rachel. 14 വർഷം കഴിഞ്ഞപ്പോഴേക്കും യാക്കോബ് പറഞ്ഞു, എനിക്ക് മക്കളായി വലിയ കുടുംബമായി ജീവിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് എനിക്ക് സമ്പത്ത് വേണം, എന്നെ പോകാൻ അനുവദിക്കണം. After 14 years Jacob says, my family is big now, I have no money, give me wealth, I have to go back. യാക്കോബ് നിനക്ക് തരാൻ എൻ്റെ സമ്പത്തൊന്നുമില്ല, ഇതൊക്കെ എൻ്റെ ആടുമാടുകളാണ്. അവൻ പറഞ്ഞു, ഓക്കെ, ഇതെല്ലാം നിന്റെ ആടുമാടുകളാണ്, പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം, ഇനിമേൽ നിന്റെ ആടുമാടുകളിൽ പൊട്ടും പുള്ളിയുമുള്ള ആടുകളെ നീ എനിക്ക് വേർതിരിച്ചു തരണം. Then Jacob says to Laban, as wages give me the goats which are speckled and spotted. ലാബാൻ നോക്കിയപ്പോഴുണ്ട് തന്റെ ആടുകളില് പൊട്ടും പുള്ളിയിൽ ആടുകൾ വളരെ കുറവാണ്. When Laban saw the spotted and speckled goats were very less. ആയിരക്കണക്കിന് ആടുകളില് 10-20 ആടുകളുണ്ട്, പൊട്ടും പുള്ളിയുള്ള ആടുകള്. ലാബാൻ പറഞ്ഞു, നീ എടുത്തോ, അതൊക്കെ നിന്റേതാണ്, സമ്മതിച്ചിരിക്കുന്നു. Among the thousands of goats he saw that only 10 few were speckled and spotted, so he told to take them. ഒരിക്കലും യാക്കോബ് ഒരു ഭോഷനായതുകൊണ്ടല്ല അപ്രകാരം ഒരു ഡിമാൻഡ് ലാബാന്റെ മുമ്പിൽ വെച്ചതും ഈ പൊട്ടും പുള്ളിയുള്ള കുറച്ച് ആടുകളെ മാത്രം സ്വീകരിക്കാൻ തയ്യാറായതും. Jacob kept such a demand not because he was a fool. ജ്ഞാനം യാക്കോബിനെ അവിടെ സഹായിക്കുകയാണ്. Wisdom helped Jacob there. അവനൊരു പണി ചെയ്യാണ്, തനിക്ക് ലഭിച്ച ആടുകള് അവൻ നോക്കേണ്ടത് ലാബാന്റെ ആടുകളെയും ഇവന്റെ ആടുകളെ ലാബാന്റെ മക്കള് വളരെ ദൂരത്തിലേക്ക് മാറ്റി. കാരണം 10-20 ആടുകളേ ഉള്ളൂ. അതിനെ ലാബാന്റെ മക്കളെ ഏൽപ്പിച്ചു. വളരെ വിദൂരത്തിലാണ് അവരെ നോക്കുന്നത്. ലാബാന്റെ ആടുകളെ നോക്കുന്നത് യാക്കോബാണ്. It was Jacob who took after Laban's goats, and Laban's sons took after Jacob's goats, and they were far away. അപ്പോൾ തന്നെ ഏൽപ്പിക്കപ്പെട്ട ആടുകളെല്ലാം വെളുത്ത ആടുകളും ചെമ്മര ആടുകളും ഒക്കെയാണ്. ഒന്നിനും പൊട്ടുംപുള്ളി ഉണ്ടായിരുന്നില്ല. See, all the lambs given to Jacob were white or brown. യാക്കോബ് ഒരു കാര്യം ചെയ്യാണ്, ഇലവിന്റെയും ബദാമിന്റെയും അഴിഞ്ഞിലിന്റെയും മരത്തിന്റെ കമ്പുകൾ, പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് അതിൽ തോലുരിഞ്ഞ് മാറ്റിയിട്ട് അവയ്ക്കെല്ലാം പൊട്ടും പുള്ളിയും പോലെ അടയാളങ്ങൾ കൊടുത്തു. Jacob takes fresh rods of poplar and almond and peels it white and makes white streaks in them. ലാബാന്റെ ആടുകൾ വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് ഈ പാത്തിയുടെ മുമ്പിൽ ഇവർ ഈ കമ്പുകൾ നാട്ടി വെച്ചു. When the goats of Laban came to drink water, he placed these rods there. അവിടെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പാത്തികളിൽ വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് ആടുകൾ ഇണചേർന്നിരുന്നത്. The word says that the lambs mated when they came to drink water in the അങ്ങനെ ഈ troughs. പൊട്ടും പുള്ളിയുള്ള കമ്പുകളുടെ മുമ്പിൽ ഇണചേർന്ന ആടുകൾ പ്രസവിച്ചതെല്ലാം പൊട്ടും പുള്ളിയുള്ള ആട്ടിൻകുട്ടികളെ. The lambs that mated in front of these speckled rods gave birth to speckled goats. ലാബാനുമായുള്ള എഗ്രിമെന്റ് പ്രകാരം പൊട്ടും പുള്ളിയുള്ള ആടുകൾ ആരുടെ വകയാണ്? യാക്കോബിന്റേതാണ്. According to Laban, all the speckled and spotted lambs were Jacob's. അങ്ങനെ ആ ഉണ്ടായ കുട്ടികളെയൊക്കെ യാക്കോബിന്റെ സമ്പത്തായി ലാബാന്റെ മക്കൾ കൈമാറി. So all the speckled and spotted kids were given to Laban's children. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ആടുകൾ ഇണചേരുമ്പോൾ ഇപ്രകാരം കമ്പുകൾ നാട്ടിവെച്ച് ആ ആടുകൾ ഇണചേർന്നുണ്ടായ കുട്ടികളെല്ലാം പൊട്ടും പുളിയുള്ള കുട്ടികളായിട്ട് മാറി. അതെല്ലാം വ്യവസ്ഥ പ്രകാരം യാക്കോബിന് അവകാശപ്പെട്ടതായിട്ട് മാറി. So whenever the lambs mated, he placed the sticks in front of them, and they gave birth to speckled and spotted lambs, and they became Jacob's. വചനം പറഞ്ഞിട്ടുണ്ട്, മെലിഞ്ഞതോ ക്ഷീണിച്ചതോ ആയ ആടുകൾ ഇണചേരുമ്പോൾ അവന് കമ്പുകൾ മാറ്റിവെക്കും. കൊഴുത്ത ആടുകൾ ഇണചേർന്നപ്പോൾ മാത്രമാണ് ഈ കമ്പുകൾ നാട്ടിവെച്ചത്. It is said that when the fat lambs mated, only then he kept the rods. When weak lambs mated, he took away the rod. അങ്ങനെ യാക്കോബിന്റെ ആടുകളെല്ലാം നല്ല കൊഴുത്ത ആടുകളായിട്ട് മാറി. ലാബാന്റെ ആടുകളെല്ലാം മെലിഞ്ഞ് ക്ഷീണിച്ച ആടുകളായിട്ട് മാറി. So all the lambs of Jacob was fat and healthy. The lamb of Laban was thin, and യാക്കോബ് വലിയ സമ്പന്നനായിട്ട് മാറി. Jacob became a wealthy man. അവൻ ആയിരക്കണക്കിന് ആടുകളുടെ ഉടമയായിട്ട് മാറി. He became the owner of thousands of lambs.